വിനോദസഞ്ചാര മേഖലയെ ബാധിക്കുന്നു എന്ന് പറഞ്ഞ റീസൺ ആണ് ഇവിടെ സാർ വളരെ വിശദമായി തന്നെ അതേക്കുറിച്ച് പറഞ്ഞു. വിനോദസഞ്ചാര മേഖലയിൽ ഈ ഒന്നാം തീയതി മദ്യം കിട്ടാത്തത് കൊണ്ട് അതിനെ വലുതായി ബാധിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു ആഖ്യാനമാണ്. ഒന്നാം തീയതി എന്ന് പറയുന്നത് 12 മാസമേ ഉള്ളൂ ഒരു വർഷത്തിൽ. അപ്പോൾ 12 ദിവസം. ആ ഒന്നാം തീയതി അല്ലാത്ത തീയതികളിലൊക്കെ ഇവിടെ ഇന്റർനാഷണൽ സെമിനാറുകളെല്ലാം അതുപോലെ അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോൺഫറൻസുകളെല്ലാം കാര്യമായി നടക്കുന്നുണ്ട് എന്നാണെങ്കിൽ ആ വാദത്തിന് ഒരു കാര്യമുണ്ട്, ആധികാരികതയുണ്ട് എന്ന് നമുക്ക് പറയാം. അല്ലാതെ എല്ലാ മാസത്തെയും ഒന്നാം തീയതി ചേർത്ത് നിർത്തിക്കൊണ്ട് ഇവിടെ എന്നല്ല ഏതെങ്കിലും രാജ്യങ്ങളിൽ അങ്ങനെ ഒന്നാം തീയതി സെലക്ട് ചെയ്തുകൊണ്ട് ആ ദിവസം മാത്രം അന്താരാഷ്ട്ര കോൺഫറൻസുകൾ നടത്തുന്ന ഒരു രീതി അങ്ങനെ പ്രചാരത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും തിരുത്താം. അപ്പോൾ ഈ 12 ദിവസങ്ങളിലെ ഡ്രൈ ഡേ എടുത്തു കളയുന്നതിന് ന്യായമായി മാർച്ച് മാസത്തിൽ നടന്ന യോഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ മിനിറ്റ്സ് അടക്കമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്, ഊഹാപോഹമല്ല. അപ്പോൾ ആ മിനിറ്റ്സ് അടക്കം പരിശോധിക്കുമ്പോൾ അതിലുള്ള കാര്യമെന്ന് പറയുന്നത് ഈ വിനോദസഞ്ചാര മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ആവശ്യമായ രീതിയിൽ മാറ്റം കൊണ്ടുവരിക. അതായത് ഡ്രൈ ഡേ എടുത്തു മാറ്റുക, ഒന്നാം തീയതിയിലെ ഡ്രൈ ഡേ എടുത്തു മാറ്റുക. ഒന്നാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ കോൺഫറൻസ് എന്നതിനേക്കാളും എടുത്തു പറയേണ്ട കാര്യം നിശ്ചിത ശമ്പളക്കാരായ ആളുകളുടെ ശമ്പള ദിവസമാണ്. ഒന്നാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ തുക ഓരോ മാസവും ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് അവരുടെ കയ്യിലേക്ക് വന്നു വീഴുന്ന ദിവസമാണ്, സർക്കാർ ജീവനക്കാരുടേതടക്കം. അപ്പോൾ ഏറ്റവും കൂടുതൽ അവർ സ്പെൻഡ് ചെയ്യാൻ സാധ്യതയുള്ളതും ഈ ഒന്നാം തീയതിയാണ്. അതിനുശേഷം EMI, കുട്ടികളുടെ വിദ്യാഭ്യാസം, അങ്ങനെ പല പല ആവശ്യങ്ങൾക്കായി തുക നീക്കിവെക്കും. പിന്നീടുള്ള ദിവസങ്ങളിൽ പോക്കറ്റിൽ കാശ് കുറയും അല്ലെങ്കിൽ അക്കൗണ്ടിൽ കാശ് കുറയും, ഈ കാര്യങ്ങൾക്കെല്ലാം പോയതിനു ശേഷം. പക്ഷേ ഒന്നാം തീയതി ശമ്പളം വന്നു വീഴുന്ന ദിവസം വലിയൊരു തുക എന്തായാലും കയ്യിലുണ്ടാകുമല്ലോ. എത്രയായാലും ചെറുതായാലും വലുതായാലും ഒരു നിശ്ചിത തുക ഒന്നിച്ച് കയ്യിലേക്ക് വരുന്ന ദിവസമാണ്. ആ ദിവസം ഡ്രൈ ഡേ ഒഴിവാക്കിയാൽ ആർക്കാണ് ലാഭം എന്നുള്ളത് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ബാർക്കോഴ സംശയിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഴിമതി ചെയ്യാത്തവരൊന്നുമാണ് LDF എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ഇന്ത്യ മുന്നണിയാണല്ലോ, LDF ആയാലും UDF ആയാലും രണ്ടും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അഴിമതി കാര്യങ്ങളിലൊക്കെ അത്ര വിശുദ്ധരായിട്ടൊന്നും മാറ്റി നിർത്തേണ്ടതില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ബാർ ഉടമകളുടെ സംഘടന അതിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ വന്നിരിക്കുകയാണ്. അതിൽ ഇടുക്കിയിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ട സന്ദേശം അടിയന്തരമായി ഇത് നൽകണമെന്നാണ്. അതിന്റെ കാരണം നോക്കൂ, ഒന്നാം തീയതിയിലെ മദ്യനിരോധനം ഒഴിവാക്കണം. അത് വിനോദസഞ്ചാര മേഖലയുടെ ആവശ്യമാണോ ബാർ ഉടമകളുടെ ആവശ്യമാണോ? ആ ചോദ്യത്തിനുള്ള ഉത്തരം അനിമോന്റെ ശബ്ദ സന്ദേശത്തിലുണ്ട്. രണ്ട്, ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുക. ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുന്നത് ഈ വിനോദസഞ്ചാര മേഖലയെ അങ്ങ് പുഷ്ടിപ്പെടുത്തുന്നതിനാണോ? അല്ല, ബാറുകൾക്ക് വരുമാനം കൂട്ടുന്നതിനാണ്. അടിച്ച് ഓഫായി വീണ്ടും കുറച്ച് സമയം കൂടി എക്സ്റ്റെൻഡ് ചെയ്തിരുന്ന് അടിക്കട്ടെ, അങ്ങനെ വരുമാനം കൂടട്ടെ. അതായത് ഈ മദ്യപിക്കുന്ന ആളുകളോട് സംസാരിച്ചാൽ മനസ്സിലാകും. ഞാൻ മദ്യപിക്കാറില്ല, പക്ഷേ മദ്യപിക്കുന്ന ആളുകളോട് സംസാരിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം തുടങ്ങുന്ന ഘട്ടത്തിലല്ല, കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴാണ് അവർക്ക് കൂടുതൽ മദ്യം വേണ്ടി വരിക. അപ്പോൾ അങ്ങനെ സമയം കൂട്ടുമ്പോൾ ഒരു 8 മണിക്ക് തുടങ്ങുന്ന ആളാണെന്നുണ്ടെങ്കിൽ 11 മണി കഴിഞ്ഞ് അതങ്ങ് പോവുകയാണെങ്കിൽ അവർ പിന്നീട്, അതായത് നമ്മുടെ ഒരു ബോധം നഷ്ടപ്പെട്ട് തുടങ്ങുമ്പോഴേക്കും പിന്നെ അങ്ങ് വാങ്ങിക്കുകയാണ്, ചുറ്റുമുള്ളവർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ കൂടുതൽ പണം ബാറിന്റെ അക്കൗണ്ടിലേക്ക് എത്തുമെന്നുള്ളത് ചുരുക്കം. മൂന്നാമത്തേത്, പുതിയ എക്സൈസ് പരിശോധനകൾ, അടുത്ത കാലത്ത് തുടങ്ങിയ എക്സൈസ് പരിശോധന ഒഴിവാക്കണം. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് 2.5 ലക്ഷം വീതം പെട്ടെന്ന് തന്നേക്ക്, നമുക്ക് കൊടുക്കണം. ഇലക്ഷൻ കഴിഞ്ഞ് കൗണ്ടിങ് കഴിഞ്ഞാൽ ഉടൻ ഇക്കാര്യത്തിൽ തീരുമാനം വരാൻ പോവുകയാണ്. കൗണ്ടിങ് കഴിഞ്ഞാൽ ഉടൻ തീരുമാനം വരാൻ പോകുന്നു എന്നുള്ളത് അനിമോൻ പറഞ്ഞിട്ടല്ല നമ്മളൊന്നും അറിഞ്ഞത്. അത് മാർച്ച് മാസത്തിൽ നടന്ന യോഗത്തിന്റെ മിനിറ്റ്സ് അടക്കം എല്ലാ മാധ്യമങ്ങളിലും വാർത്തയായതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമില്ല എന്ന് അന്ന് തള്ളാമായിരുന്നല്ലോ. അനിമോന്റെ ശബ്ദരേഖ വരുമ്പോഴല്ല MP രാജേഷ് അത് തള്ളേണ്ടിയിരുന്നത്. ഡ്രൈ ഡേ കുറിച്ചുള്ള വാർത്ത വന്നപ്പോൾ തള്ളണമായിരുന്നു. അപ്പോൾ തള്ളാനും കൊള്ളാനും എന്ന് എക്സൈസ് മന്ത്രി MP രാജേഷിനെ നമ്മൾ കണ്ടില്ല. അപ്പോൾ ഇക്കാര്യത്തിൽ എന്തൊക്കെയോ എവിടെയൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. ആ ഡെൻമാർക്കിൽ ചീഞ്ഞു നാറുന്നത് എന്താണെന്നുള്ളത് മലയാളിക്ക് അറിഞ്ഞേ പറ്റൂ. ഇനി ബാർക്കോഴ ആരോപണത്തിൽ K മാണിയെ വേട്ടയാടിയിട്ട് ആ വേട്ട മുഴുവൻ നടത്തി കഴിഞ്ഞിട്ട് 2020 ആകുമ്പോഴേക്കും K മാണിയും പാർട്ടിയും ഒക്കെ അങ്ങ് വിശുദ്ധരാവുകയാണ്. എന്നിട്ട് ഒപ്പം കൂട്ടുന്നു, കൂടെ നിർത്തുന്നു, വെളുപ്പിക്കുന്നു. അതുകൊണ്ടാണ് VD സതീശൻ ചോദിച്ചത് നോട്ടെണ്ണുന്ന യന്ത്രം എവിടെയാ, AKG സെന്ററിലാണോ ഇരിക്കുന്നതെന്ന്. ആ ചോദ്യം ചോദിക്കാനായിട്ടുള്ള അവകാശമൊക്കെ ഇന്ന് VD സതീശൻ എന്തായാലും ഉണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ രീതിയിലാണ് ഇപ്പുറത്ത് വേട്ടയാടിയത്. അപ്പോൾ വേട്ടയാടിയപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു, ഏതൊക്കെ രീതിയിൽ ക്രൂശിച്ചു. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ കൃത്യമായി ബിജു രമേശിന്റെ ആരോപണം ഉണ്ടായിരുന്നു എന്നാണ് ഉണ്ണിസാർ അവിടെ പറഞ്ഞത്. ബിജു രമേശിനെ വിശ്വാസത്തിലെടുക്കാമെങ്കിൽ അതുപോലെ തന്നെയുള്ള ഒരു കള്ളു കച്ചവടക്കാരനാണ് ഈ അനിമോനും ബിജു രമേശും തമ്മിൽ നമുക്കെന്താ വ്യത്യാസം? രണ്ടുപേരും നടത്തുന്നത് കള്ളു കച്ചവടമാണ്. അപ്പോൾ ആ രണ്ട് വ്യവസായികളും പറയുന്നതിനെ അതേ രീതിയിൽ തന്നെയാണ് കാണേണ്ടത്. പിന്നെ മദ്യനയത്തിൽ ഇളവിന് പ്രത്യുപകാരമായി കോഴ നൽകാൻ ബാർ ഉടമകൾ പണപ്പിരിവ് നടത്തുന്നു എന്നുള്ള കാര്യം ഇവിടെ തെളിയിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അസോസിയേഷന്റെ ആകത്തുകയായി അസോസിയേഷന്റെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ അവർക്ക് സംസാരിക്കാൻ പറ്റുകയുള്ളൂ. കാരണം പിരിച്ച പണം കൈമാറി കഴിഞ്ഞു സാർ. 650 പേരുണ്ട് സംഘടനയിൽ. അതിൽ 450 പേരിൽ നിന്ന് 1 ലക്ഷം വീതം വാങ്ങിയെന്നാണ് സംഘടനയുടെ പ്രസിഡന്റ് പറയുന്നത്.
അങ്ങനെയാണെങ്കിൽ തന്നെ 4.5 കോടി ഇതിനകം തന്നെ പിരിച്ചു കഴിഞ്ഞു. 4.5 കോടി അപ്പോൾ ആർക്കാണ് കൊടുത്തത്? അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. അല്ല എങ്കിൽ ഇങ്ങനെയൊരു യോഗം നടക്കുകയും അതിന്റെ മിനിറ്റ്സും ഡ്രൈ ഡേ ഒഴിവാക്കാൻ നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്നുള്ള പ്രാഥമിക ഘട്ടത്തിലേക്ക് ഇത് എത്തില്ല. കെ എം മാണിയുടെ നോട്ടെണ്ണൽ യന്ത്രം എന്നൊക്കെ പറഞ്ഞത് ഷിഫ്റ്റ് ചെയ്ത് വിടുകയല്ല. ഇവിടെ നയം മാറ്റുന്നതിന്, കൂടുതൽ ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കുന്നതിന്, ഇതൊന്നും അങ്ങനെ ചുളുവിൽ ചെയ്ത് കൊടുക്കുന്നതൊന്നുമല്ല. ഇതിനൊക്കെ നല്ല രീതിയിൽ തന്നെ ആരായാലും ഏത് മുന്നണിയായാലും അധികാരത്തിൽ വരുമ്പോൾ അത് UDF ആയാലും LDF ആയാലും പണം വാങ്ങുമെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ കൊടുത്തിട്ടുള്ള ബാർ ഉടമകൾ അക്കാര്യങ്ങൾ പരസ്യമായും രഹസ്യമായും പറയാറുമുണ്ട്. അതൊരു വസ്തുതയാണ്. രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം പുതുതായി 130 ബാറുകൾക്ക് അനുമതി കൊടുത്തു. വെറുതെയാണോ? 130 ബാറുകൾ കൂടി അങ്ങ് കൂട്ടിയത്. മദ്യ നിയന്ത്രണം അങ്ങനെ എന്തോ ആയിരുന്നല്ലോ പറഞ്ഞത്. അതായത് മദ്യവർജനമല്ല നയം, മദ്യത്തിന്റെ ഉപയോഗം പതുക്കെ പതുക്കെ കുറച്ചുകൊണ്ടുവരും. ഇങ്ങനെയാണ് കുറയ്ക്കുന്നത്. അതായത് സമയം കൂട്ടിക്കൊടുക്കും ബാറുകൾക്ക്. ഇന്റർനാഷണൽ കോൺഫറൻസ്, അത് ഞാൻ മറന്നിട്ടില്ല, ഇന്റർനാഷണൽ കോൺഫറൻസ് നടക്കണം. ആ ഒരു ന്യായം പറയാം. ടൂറിസത്തിന്റെ വളർച്ച അത് വേണം. നമ്മുടെ നാട്ടിൽ ടൂറിസം വളരണം. പക്ഷേ വിദേശത്തു നിന്ന് വരുന്നവർക്ക് 1-ാം തീയതി മദ്യപിക്കാനായി ഡ്രൈ ഡേ എടുത്ത് മാറ്റി കൊടുത്തുകൊണ്ടുള്ള ഇളവല്ല അവിടെ വേണ്ടത് എന്നുള്ളതാണ്. 1000-ഓളം ബാറുകളിലേക്ക് എത്തിക്കുക എന്നതായിരിക്കാം ഒരുപക്ഷെ പ്രഖ്യാപിത നയം. ആ ഡ്രൈ ഡേ മാറ്റുന്നത് ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ഇന്ന് കണ്ട ഒരു ക്യാപ്ഷൻ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ അത് ഒന്നുകൂടി പറയുകയാണ്. കേൾക്കുമ്പോൾ അതൊരു സ്മോൾ സഹായമാണ്, പക്ഷേ ലാർജ് ഇമ്പാക്റ്റ് ആണ് കീശ വീർക്കുന്ന കാര്യത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അനിമോൻ സസ്പെൻഷനിലാണ്. ഇപ്പോഴത്തെ പുതിയ നറേറ്റീവ് അതാണ്. അനിമോൻ സസ്പെൻഷനിലാണ്. അനിമോൻ സംഘടനയുമായി എതിർത്ത് നിൽക്കുകയായിരുന്നു. ഇതെല്ലാം പറയുന്നത് എപ്പോഴാണ്? അനിമോന്റെ ശബ്ദ സന്ദേശം വന്നതിന് ശേഷം. പിന്നെ ഏറ്റവും വലിയ നുണ, 7 വർഷത്തിനിടെ ഒരു പണപ്പിരിവ് നടത്തിയിട്ടില്ല എന്ന്. ഇതൊക്കെ നമ്മൾ അങ്ങ് വിശ്വസിക്കണം. തൊണ്ട തൊടാതെ വിഴുങ്ങണം. മലയാളി എന്താ പൊട്ടനാണോ? മലയാളിയെ പൊട്ടനാക്കാൻ നോക്കുകയാണോ? ഈ സംഘടനാ നേതാവ് വന്ന് ഇതെല്ലാം പറഞ്ഞ് ഉടനെ മന്ത്രി കുറേ വലിയ വലിയ ന്യായവാദങ്ങളാണ്. ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇത്രയും നീട്ടിപ്പരത്തി പറയുന്നത് എന്തിനാണ്? അപ്പോൾ ഉള്ളത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പൊള്ളും. ആ പൊള്ളി തുടങ്ങിയതിൻ്റെതാണ് എക്സൈസ് മന്ത്രിയുടെ ആ നെടുങ്കൻ വ്യാഖ്യാനം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കെട്ടിട നിർമ്മാണ ഫണ്ടിനെ കുറിച്ച് പറഞ്ഞു. ആ കെട്ടിടം എവിടെയാണ് നിർമ്മിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. തിരുവനന്തപുരത്താണെന്ന് തോന്നുന്നു. തിരുവനന്തപുരവും കൊച്ചിയും. അപ്പോൾ ആ തിരുവനന്തപുരത്തെ കെട്ടിട നിർമ്മാണത്തെക്കുറിച്ചൊക്കെ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ കെട്ടിട നിർമ്മാണ ഫണ്ട് എന്നുള്ള പുതിയ വ്യാഖ്യാനമാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നേരത്തെ 4.5 കോടി പിരിച്ചു. ഇനിയിപ്പോൾ രജിസ്ട്രേഷൻ 60 ലക്ഷം. അതുപോലെ തന്നെ ഈ കുറച്ച് പണം കൂടി കൂടുതൽ വേണം. അതുകൊണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളിൽ നിന്ന് പണം വാങ്ങാനായിട്ട് ആവശ്യപ്പെട്ടു. അതായത് 2.5 ലക്ഷം പിരിക്കാനുള്ള ഒരു തീരുമാനം ഈ സംഘടനയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു. അതാണ് അനിമോൻ പറഞ്ഞത്. അതായത് ഇവർക്ക് തന്നെ തെറ്റിപ്പോയി, സ്ക്രിപ്റ്റ് ശരിയായില്ല. അതായത് ഒരു ഭാഗത്ത് അനിമോനെ തള്ളി പറയുന്നു, മറുഭാഗത്ത് പറയുന്നു കെട്ടിടം പണിയാൻ ഈ 2.5 ലക്ഷം വേണം, അത് പിരിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആർക്ക് കെട്ടിടം പണിയാനാണ്? സംഘടനയ്ക്ക് തന്നെയാണോ? അത് ഏതെങ്കിലും വ്യക്തികൾക്ക് ഈ പണമെല്ലാം അങ്ങ് കൊണ്ട് കൊടുക്കാൻ, അതും സർക്കാരിന്റെ ഭാഗമായ ഏതെങ്കിലും വ്യക്തികൾക്ക് കൊണ്ടുപോയി അവർക്ക് കെട്ടിടം പണിയാനാണോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇനിയുള്ള ഒരു സാധ്യത, എക്സൈസ് മന്ത്രി MP രാജേഷിന്റെ ഓഫീസ് DGPക്ക് പരാതി നൽകി. ആരാ അന്വേഷിക്കുന്നത്? കേരള മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിലെ DGPക്ക് ഈ പരാതി കൊടുത്തിരിക്കുകയാണ്. ശബ്ദരേഖയിലുള്ളത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ അനിമോനെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യണ്ടേ? എത്ര വലിയ ആരോപണമാണ് പറഞ്ഞത്? പേരിനൊരു പരാതി, അതല്ലാതെ അതിനപ്പുറം എന്താ ഇന്ന് സംഭവിച്ചത്? എത്ര വലിയ ആരോപണമാണ് ഒരു സർക്കാരിനെതിരെ, അതിലെ മന്ത്രിക്കെതിരെ, ഒരു സർക്കാരിന്റെ നയത്തിനെതിരെ പണം വാങ്ങുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ട് അനിമോനെ അറസ്റ്റ് ചെയ്തോ? ഇല്ലല്ലോ. ഏതെങ്കിലും കാര്യത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്കതിൽ ബോധ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അനിമോനെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കണം. ഇത്രയും വലിയ കള്ളം പ്രചരിപ്പിച്ചത് എന്തിനാണ്? മാധ്യമങ്ങൾക്ക് ഈ ശബ്ദരേഖ അനിമോനോ അല്ലെങ്കിൽ അയാളുമായി ബന്ധമുള്ള ആളുകളോ കൊടുക്കാതെ കിട്ടില്ലല്ലോ. ആ ശബ്ദരേഖ അടക്കം നമ്മുടെ മുന്നിലുള്ളപ്പോൾ അയാൾ പ്രചരിപ്പിക്കുന്നത് വസ്തുതാവിരുദ്ധമായ കാര്യമാണെങ്കിൽ ഒരു സർക്കാരിനെ അങ്ങ് അപകീർത്തിപ്പെടുത്തുകയല്ലേ? അയാളെ എന്തുകൊണ്ട് കസ്റ്റഡിയിൽ എടുക്കുന്നില്ല, അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് കൂടുതൽ നിയമ നടപടിയിലേക്ക് പോകുന്നില്ല? ഈ സംഘടനയിലുള്ള ആളുകൾ അനിമോന് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പ്രസിഡന്റ് പറയുന്നതാണ് ശരിയെന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ പ്രസിഡന്റിന് പരാതി കൊടുക്കാമല്ലോ. അനിമോൻ സംഘടനയെ അപകീർത്തിപ്പെടുത്തി, അനിമോനെ നേരത്തെ പുറത്താക്കിയതിനെ വാശി തീർത്തതാണ്, പരാതി കൊടുക്കാമല്ലോ. എന്തുകൊണ്ട് നിയമ നടപടിയിലേക്ക് പോകുന്നില്ല? കൃത്യമായി ഇവിടെ പണം വാങ്ങിയിട്ടുണ്ട്, അത് കൃത്യമാണ്. അത് പ്രതിപക്ഷത്തിന് നട്ടലുണ്ടെങ്കിൽ, പ്രതിപക്ഷവും ഇങ്ങനെയുള്ള ഈ അഴിമതിയിൽ നിന്നൊന്നും മുക്തമായി നിൽക്കുന്നവരൊന്നുമല്ല, അതുകൊണ്ട് തന്നെ നട്ടലുണ്ടെങ്കിൽ അവർ ഈ വിഷയം കൃത്യമായി ഉയർത്തിക്കൊണ്ടുവരണം. അന്ന് കെ എം മാണിയെ വേട്ടയാടിയത് ബിജു രമേശിന്റെ ഒരു ചർച്ചയ്ക്കിടയിലെ പ്രസ്താവനയെ പിടിച്ചുകൊണ്ടാണെങ്കിൽ ഇതിലെ തെളിവുകൾ പുറത്തു വരട്ടെ. അനിമോൻ ഈ 2.5 ലക്ഷം വീതം വാങ്ങി. അനിമോൻ ഇപ്പോൾ അവിടെ ഒരു കളങ്കിതനായി നിൽക്കുകയാണ്. അനിമോന് രംഗത്തേക്ക് വരാം. അനിമോൻ ഇപ്പോൾ വേറെ എവിടെയൊക്കെയാണെന്നാണ് പറഞ്ഞത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അനിമോന് രംഗത്തേക്ക് വരാമല്ലോ. അയാൾ പറഞ്ഞത്, സംഘടനയ്ക്കുള്ളിൽ പറഞ്ഞത്, എന്തായാലും പുറത്താണല്ലോ, സംഘടനയ്ക്ക് പുറത്താണല്ലോ അനിമോൻ. അപ്പോൾ അത് പറയാം. അതോടൊപ്പം ഒരാഴ്ച കൂടി കാത്തിരുന്നാൽ മതി. 10 ദിവസം കഴിഞ്ഞാൽ ഈ പെരുമാറ്റച്ചട്ടത്തിന്റെ കാര്യങ്ങളൊക്കെ കഴിയും. 1-ാം തീയതി വോട്ടെടുപ്പ് കഴിയുന്നതോടെ, ഈ വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതോടെ ജൂൺ 4 ആകുമ്പോഴത്തേക്കും അടുത്ത മന്ത്രിസഭാ യോഗത്തിലേക്ക് വരാം. അബ്കാരി ചട്ടം ഭേദഗതി ചെയ്യുമെന്നൊക്കെ കേൾക്കുന്നു, എനിക്കറിയില്ല. പിന്നെ ഈ ബാറിന്റെ എണ്ണം കൂടി, പക്ഷേ ഈ ടേൺ ഓവർ ടാക്സ് കുറയുന്നതിനെ കുറിച്ചൊക്കെ മന്ത്രി ദീർഘമായി വിവരിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വിശ്വാസത്തിലെടുക്കാം. ഈ
4-ാം തീയതി കഴിഞ്ഞിട്ടുള്ള തീരുമാനം എന്താണെന്ന് നോക്കാം. അതിൽ ഈ പറയുന്ന കാര്യങ്ങൾ, അനിമോന്റെ ശബ്ദരേഖയിലുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ സംഭവിപ്പിക്കാതിരിക്കാം, പക്ഷേ അത് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ അനിമോൻ തന്നെ വെളിപ്പെടുത്തണം, അല്ലെങ്കിൽ അനിമോനെതിരെ സർക്കാർ കേസെടുക്കാൻ തയ്യാറാകണം. ഇനി ഒറ്റ കാര്യമേ എനിക്ക് പ്രതിപക്ഷത്തെ അവിശ്വസിക്കാനായിട്ട് തോന്നുന്ന ഒറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇത് ഫാബ്രിക്കേറ്റഡ് ആയി ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി സർക്കാരിനെ വെട്ടിലാക്കാൻ വേണ്ടി അനിമോനെ പ്രതിപക്ഷം രംഗത്തിറക്കിയതാണ്. ആ ഒരു വാദമാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ആരോപണം തെറ്റാണെന്ന് തെളിയിക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ ബാധ്യതയാണ്. കാരണം അനിമോന്റെ ശബ്ദരേഖ മുന്നിലുണ്ട്. ഈ പണപ്പിരിവ് നടത്തിയെന്ന് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. ഈ പണം എത്തിയ അക്കൗണ്ട് അത് കൃത്യമായി ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ഈ കെട്ടിട നിർമ്മാണത്തിനായിട്ടാണോ എന്നത് പ്രതിപക്ഷത്തിന് അന്വേഷിച്ച് കണ്ടെത്താവുന്നതേ ഉള്ളൂ. പ്രതിപക്ഷം കുറച്ചുകൂടി ആക്റ്റീവ് ആകണം. കമോൺ, അതാണ് എനിക്ക് പറയാനുള്ളത്. Meet the editors.